അസമത്വവും ജനാധിപത്യവൽക്കരണവും. അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനും ഭാവികാരി ചിന്തകനുമായ റേ കുർസ്വീൽ തന്റെ ജീവിതം കണ്ടുപിടുത്തങ്ങൾക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത് 7-ാം വയസ്സിലാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എത്രത്തോളം അവിശ്വസനീയമാണെന്ന് തോന്നിയാലും അതിൽ വിശ്വസിച്ച ആദ്യ വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. വളർന്നുവന്നപ്പോൾ സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ മുതൽ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ നിയന്ത്രിത മ്യൂസിക് സിന്തസൈസർ വരെ നീളുന്ന വിപ്ലവകരമായ സാങ്കേതികവിദ്യകൾ കുർസ്വീൽ വികസിപ്പിച്ചെടുത്തു. കൂടുതൽ ശ്രദ്ധേയമായ കാര്യം സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് കുർസ്വീൽ നടത്തിയ 150ഓളം പ്രവചനങ്ങളാണ്. ഇന്റർനെറ്റിന്റെയും സ്മാർട്ട്ഫോണുകളുടെയും ഉദയം മുതൽ സ്വയം ഓടുന്ന കാറുകളും നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കലകളും വരെ അതിലുൾപ്പെടുന്നു. ഇതിൽ 80%-ലധികം പ്രവചനങ്ങളും സത്യമായിത്തീർന്നു. ഇപ്പോൾ 78 വയസ്സുള്ള കുർസ്വീലിന് വിശ്വസിക്കാൻ പ്രയാസമുള്ള മറ്റൊരു പ്രവചനമുണ്ട്. 2030കളുടെ തുടക്കത്തോടെ മനുഷ്യൻ ലോഞ്ചിവിറ്റി എസ്കേപ്പ് വെലോസിറ്റി പ്രായമാകലിനെ മറികടക്കാനുള്ള കഴിവ് കൈവരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ബയോടെക്നോളജിക്ക് പുറമെ മനുഷ്യനും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള സംയോജനത്തിന്റെയും നാനോമെഡിസിനിന്റെയും സഹായത്തോടെ വാർദ്ധക്യം എന്നത് ഓപ്ഷണൽ, നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്ന് ആയി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ധീരമായ പ്രവചനമെന്തെന്നാൽ 2045ഓടെ നിർമ്മിതബുദ്ധി അതിബുദ്ധിയായി സൂപ്പർ ഇന്റലിജന്റ് മാറുമെന്നതാണ്. മനുഷ്യരാശിയുമായി ലയിക്കുകയും അതിവേഗത്തിലുള്ള പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. എങ്കിലും ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു: ഈ പുരോഗതിയും പരിണാമവും സമ്പന്നരായ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായി ഒതുങ്ങിപ്പോകുമോ?